സ്വാഗതം. ഈ വീഡിയോയിൽ നോമ്പ് കാലത്തെ 31 ചിന്തകളോട് വളരെ അർത്ഥവത്തായി, മനോഹരമായി, ചിന്തോദ്ദീപകമായി പ്രതികരിച്ച ഞാൻ വളരെ വിലമതിക്കുന്ന എൻ്റെ സുഹൃത്തുക്കളായ അൽ ഫലാഖ് ആൻഡ് മുരുകേഷ്, ഇവരുടെ രണ്ടുപേരുടെയും പ്രതികരണങ്ങൾ നിങ്ങളുമായി പങ്കിടുകയും അതിൽ അൽ ഫലാഖ് ഉയർത്തിയ ചില സുപ്രധാന ചിന്തകൾ അല്ലെങ്കിൽ ചോദ്യങ്ങൾ, അവയ്ക്ക് മറുപടി നൽകുകയുമാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം. അങ്ങനെ ഒരു സംവാദത്തിൻ്റെ അവസ്ഥയിലേക്ക് നമ്മുടെ ഈ യൂട്യൂബ് സംഗമം വളർത്തുവാൻ എനിക്ക് അതീവമായ താല്പര്യമുണ്ട്. പക്ഷേ അത് സാഫല്യമാകണമെങ്കിൽ നിങ്ങൾ ഇപ്രകാരം പ്രതികരിക്കാൻ കൂട്ടാക്കണം. പ്രതികരിക്കുന്നതിൽ കൂടെ ആശയങ്ങൾക്ക് കൂടുതൽ സ്പഷ്ടത, വ്യക്തത പ്രാപിപ്പാൻ സാധിക്കുമെന്ന് എടുത്തു പറയേണ്ടതില്ലല്ലോ. ഏതായാലും ആമുഖം ദീർഘിപ്പിക്കാതെ ഈ രണ്ട് സുഹൃത്തുക്കളുടെ അതിമനോഹരമായ പ്രതികരണങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കിടട്ടെ. ആദ്യമായി മുരുകേഷിൻ്റെ വാക്കുകൾ. ഞാൻ പോസ്റ്റ് ചെയ്ത വീഡിയോയുടെ സാരാംശം എത്ര ഭംഗിയായി, മതിയാകുന്ന വിധത്തിൽ അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ അദ്ദേഹത്തിൻ്റെ ആന്തരികമായ അവസ്ഥയുടെ ധന്യത നമുക്ക് അനുഭവപ്പെടുമാറ് ഏതാനും വാക്കുകളിൽ അദ്ദേഹം ക്രോഡീകരിച്ച് പ്രസ്താവിക്കുന്നത് ഇപ്രകാരമാണ്: ബാഹ്യമായ അടിമത്വത്തിൽ നിന്നും മോചനം പ്രാപിക്കുന്നത് പോലെ സുപ്രധാനമായ കാര്യമാണ് ഓരോ മനുഷ്യനും അവൻ്റെ തന്നെ ആന്തരിക അടിമത്വത്തിൽ നിന്നും മോചനം പ്രാപിക്കുക എന്ന് ഫാദർ ഓർമ്മിപ്പിക്കുന്നു. ഓരോ മനുഷ്യനും സ്വശരീരത്തിൻ്റെ അടിമയാണെന്നും അതിൽ നിന്നും വിവേചന ബുദ്ധിയോടെ മോചനം പ്രാപിച്ചാലേ അവൻ സാമൂഹ്യ പ്രസക്തിയുള്ള ഒരു ജീവനായി മാറുകയുള്ളൂ. അത്തരം മോചനം ലക്ഷ്യമിട്ടാണ് 40 പകലും 40 രാവുകളും ഉപവാസത്തിനൊക്കെയായി യേശു മരുഭൂമിയിൽ പോയതെന്നും അതിൻ്റെ പൊരുൾ അറിഞ്ഞു വേണം നോയമ്പാചരണം പൂർത്തീകരിക്കേണ്ടതെന്നും വിശ്വാസികളോട് ആഹ്വാനം ചെയ്തുകൊണ്ട് 31 സുവിശേഷ ആഖ്യാനം അവസാനിക്കുന്നു. ഇതാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. ഇതിനെപ്പറ്റി കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. എനിക്ക് ഇത്രമാത്രം പറയാതിരിക്കാൻ നിവൃത്തിയില്ല. നാളിതുവരെ മുരുകേഷൻ നടത്തിയിട്ടുള്ള പ്രതികരണങ്ങൾ അത് മാത്രം ഒന്ന് സംഭരിച്ച് ഒരു പുസ്തകമായി പബ്ലിഷ് ചെയ്താൽ അതിന് അതിൻ്റേതായ വിലയുണ്ടായിരിക്കും. അത്രമാത്രം ശ്രദ്ധയോടെയാണ് പ്രിയപ്പെട്ട മുരുകേഷൻ ഈ സംരംഭത്തിൽ പങ്കെടുക്കുന്നത് എന്നതിന് മതിയായ നന്ദി കരയറ്റുവാൻ ഈ ഉള്ളവന് കഴിവില്ല എന്ന് ഈ തരുണത്തിൽ ഞാൻ എൻ്റെ പരിമിതി ഏറ്റുപറയുകയാണ്. ഇനി നമുക്ക് അൽ ഫലാഖ്, ഇത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ പേരാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതൊരു തൂലികാനാമം പോലെ ആയിരിക്കും. ഏതായാലും ഇതിന് മുൻപും ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണത്തോട് ഞാൻ പ്രതികരിച്ച ചില കാര്യങ്ങൾ സംസാരിച്ചിട്ടുള്ളത്. ഞാൻ കൂടുതലായും സമയം ഇതിനു വേണ്ടി ഉപയോഗിക്കട്ടെ. വളരെ ഉത്കൃഷ്ടമായ ചിന്തകൾ, ഒപ്പം ചില ചോദ്യങ്ങൾ. ഈ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ എനിക്ക് കടമയുള്ളത് കൊണ്ടാണ് ഞാനിതിൽ കൂടുതലായി കേന്ദ്രീകരിക്കുന്നത്. യഹൂദനായ മരുഭൂമിയിലേക്ക് പോയ യേശു മനുഷ്യപുത്രനായി മടങ്ങുന്നു, മതമില്ലാത്ത മനുഷ്യനായി. യേശു ഒരിക്കലും ക്രിസ്ത്യാനിയല്ലായിരുന്നു. യേശു ഒരു മത ആചാരവും സൃഷ്ടിച്ചില്ല, ആവശ്യപ്പെട്ടുമില്ല. യേശു ഒരു മനുഷ്യനെയും മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ കണ്ടില്ല. ആയിരിക്കരുത് സമൂഹത്തിൻ്റെ അടിസ്ഥാനം, സ്നേഹവും നീതിയുമായിരിക്കണം. ചിന്തയെ ഉണർത്തുന്ന വാക്കുകൾ. അപ്പോൾ ഞാൻ പങ്കിട്ട വീഡിയോയുടെ ഉള്ളടക്കത്തോട് അദ്ദേഹം യോജിച്ചുകൊണ്ട് ചില ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ നിങ്ങൾ എനിക്ക് സാവകാശം നൽകുക. ആദ്യത്തെ ചോദ്യം ഇപ്രകാരമാണ്: ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും എന്ന് യേശു പറയുമ്പോൾ വഴിയിലൂടെ സത്യത്തിലേക്ക് എന്ന അർത്ഥമുണ്ടോ? യേശുവാകുന്ന ഒരേ ഒരു മാർഗം മാത്രമേ സത്യത്തിലേക്ക് നമ്മെ നടത്തുകയുള്ളൂ എന്നാണ് ഇവിടുത്തെ ചോദ്യം. ആദ്യമായി സത്യം എന്ന വാക്കുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത് സാർവലൗകികമായി, അതായത് എല്ലാവർക്കും
ജാതി മത ലിംഗ ഉച്ച നീചത്വ വ്യത്യാസമെന്നേ എല്ലാവർക്കും തുല്യമായി ശരിയാണെന്ന് അനുഭവപ്പെടാവുന്ന കാര്യങ്ങളാണ് സത്യം. എനിക്ക് മാത്രം ഗുണമുള്ളത് എത്ര സത്യമാണെന്ന് എനിക്ക് തോന്നിയാലും അത് സാർവത്രിക സത്യമാകണമെന്നില്ല. എനിക്കും നിനക്കും നമ്മുടെ രണ്ടുപേരുടെ ശത്രുവിനും ഒന്നുപോലെ അർത്ഥവത്തായ കാര്യങ്ങൾ മാത്രമേ സത്യം എന്ന് പറയുന്ന ആ ഒരു പദവി അർഹിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഭാഗികവും സ്വാർത്ഥപരവുമായ യാതൊരു ആശയവും സങ്കല്പവും മാനദണ്ഡവും സത്യത്തോട് നിരക്കുന്നതല്ല, അത് അസത്യത്തിൻ്റെ ചുവയുള്ളതായിരിക്കും എന്നതാണ് എനിക്ക് ആദ്യമായി പറയാനുള്ളത്. മതങ്ങൾ അപ്രകാരം ഭാഗികമായി ചിന്തിക്കുകയും ഭാഗികമായി മാത്രം യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊള്ളുകയും ചെയ്തിട്ട് അത് മാത്രമാണ് ശരിയെന്നും മറ്റുള്ളവർ പറയുന്നതൊക്കെ തെറ്റാണെന്നും പറയുന്നത് കൊണ്ടാണ് മതത്തിൻ്റെ സംരക്ഷകരായ ആളുകൾ എപ്പോഴും അസുരക്ഷിതാവസ്ഥയിലായിരുന്നിട്ട് അവർ തികച്ചും അസഹിഷ്ണുതയോടുകൂടെ പ്രതികരിക്കുന്നത്. അവർ പറയുന്നതിനോട് അല്പം വ്യത്യസ്തമായിട്ട് ആരെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ ഉടനെ അവനെ ചുട്ടുകൊല്ലണം, കരിച്ച് ഇല്ലാതാക്കണം എന്നൊക്കെ ചിന്തിക്കാൻ കാര്യം അവരുടെ ഉള്ളിൽ അത്രമാത്രം അസുരക്ഷിതാവസ്ഥയുള്ളത് കൊണ്ടാണ്. ആ അസുരക്ഷിതാവസ്ഥയുടെ കാരണം അവരാശ്രയിക്കുന്നത് ഭാഗികമായ സ്വാർത്ഥനിർഭരമായ ചില കാര്യങ്ങളിലാണ്. അതിന് സാർവത്രികമായ സാധൂകരണം ഒരിക്കലും സാധ്യമല്ല എന്നവർക്ക് ബോധ്യമുള്ളത് കൊണ്ട് അവർ പറയുന്ന കാര്യങ്ങളെ യുക്തിയുടെ അല്ലെങ്കിൽ സാമാന്യ നീതിയുടെ വെളിച്ചത്തിൽ ആരെങ്കിലും പരിശോധിച്ചാൽ അവരുടെ കാര്യം അവിടെ കഞ്ഞി മുടങ്ങും എന്നതുകൊണ്ടാണ് അവരെത്രമാത്രം അസഹിഷ്ണുതയോടുകൂടെ പ്രവർത്തിക്കുന്നത് എന്നാണ് ചരിത്രം ശ്രദ്ധിച്ചതിൽ കൂടെ എനിക്ക് മനസ്സിലാക്കുവാനിടയായിട്ടുള്ളത്. അപ്പോൾ യേശു പറയുന്നത് സത്യത്തിലേക്ക് നിങ്ങൾക്ക് മുന്നേറുവാൻ ജീവനിലേക്ക് നിങ്ങൾക്ക് മുന്നേറാൻ താല്പര്യമുണ്ടെങ്കിൽ, ജീവൻ്റെ വഴിയിൽ നിങ്ങൾക്ക് സഞ്ചരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ സ്വീകരിക്കേണ്ട അച്ചടക്കമാണ് സത്യം. അസത്യത്തിൻ്റെ വഴിയിൽ നടന്നുകൊണ്ട് നിങ്ങൾക്ക് ജീവനെ സംരക്ഷിക്കുവാനോ പരിപോഷിപ്പിക്കുവാനോ നിങ്ങളുടെ ജീവനോടോ ജീവിതത്തോടോ നീതി പുലർത്തുവാനോ സാധ്യമല്ല. അതുകൊണ്ട് വഴിയും സത്യവും ജീവനും ഒന്ന് തന്നെയാണ്. ഒന്ന് മറ്റതിൽ നിന്ന് വേർപിരിക്കാനാകാത്ത വിധത്തിൽ ഇടപഴകിയിരിക്കുന്നു. They are inextricably linked together. They are integrated into one indivisible whole. ഇതാണ് യേശുവിൻ്റെ ദർശനം. ഇനിയും അദ്ദേഹം ചോദിക്കുന്ന രണ്ടാമത്തെ കാര്യം, വഴിയും സത്യവും ജീവനും വേർതിരിച്ചു പറയാവുന്നതാണോ? വഴി തന്നെയല്ലേ സത്യവും ജീവനും? ഇത് ഞാൻ മറുപടി ഏതാണ്ട് പറഞ്ഞു കഴിഞ്ഞു. അൽഫലാഖ് പറയുന്നത് 100% ശരിയാണ്. അത് ഒരു ത്രികോണം പോലെയാണ്, ട്രയാങ്കിൾ പോലെ. ഒരു ട്രയാങ്കിളിൻ്റെ 3 കോണ് ഒന്ന് മറ്റതിൽ നിന്ന് വേർപെടുത്താൻ കഴിയാത്ത വണ്ണമാണ് സ്ഥിതി എന്ന് നമുക്കറിയാം. ഇനി വഴി എന്ന ആശയം കൊണ്ട് യേശു ഉദ്ദേശിക്കുന്നത് ക്രിയാത്മകതയാണ്, ഡൈനാമിസം എന്ന് പറയും. പലപ്പോഴും മനുഷ്യർ സത്യത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് നിഷ്ക്രിയമായ അവസ്ഥയിലാണ്. ഇപ്പം മതപരമായ സത്യം, പണ്ടാരണ്ട് പറഞ്ഞ സത്യം, ഈ കാഴ്ച ബംഗ്ലാവിൽ സാധനങ്ങൾ കാത്തു സൂക്ഷിച്ചു വച്ചിരിക്കുന്നത് പോലെയാണ് മതത്തിൻ്റെ സാഹചര്യത്തിൽ സത്യത്തെ ആളുകൾ ഇങ്ങനെ സംരക്ഷിച്ചു വച്ചിരിക്കുന്നു. യേശു പറയുന്നത് ഒരിക്കലും സത്യമാകുകയില്ല. സത്യത്തിൻ്റെ തനതായ സ്വഭാവം അതിൻ്റെ ക്രിയാത്മകതയാണ്, ഡൈനാമിസമാണ്. അത് ജീവനുള്ളതാണ്, അത് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും, അത് ഒഴുകിക്കൊണ്ടേയിരിക്കും. അതാണ് വഴിയെന്ന് പറഞ്ഞാൽ നടക്കേണ്ടതല്ലേ, പുരോഗമിക്കേണ്ടതല്ലേ. വഴിയിൽ കുടിൽ വെച്ച് താമസിക്കാനൊക്കെ വഴി നടക്കാനുള്ളതാണ്. നടക്കാന്ന് പറഞ്ഞാൽ മുൻപോട്ട് പോവുക എന്നുള്ളതാണ്. അപ്പോൾ അത് സത്യം അറിയാൻ താല്പര്യമുണ്ടാകണമെങ്കിൽ ഈ അനുഭവത്തിൽ, ഈ അച്ചടക്കത്തിലായിരിക്കണം. ആ അവസ്ഥ മാത്രമേ ജീവനെന്ന് പറയുന്ന ആശയത്തോട് നീതി പാലിക്കാൻ നമ്മെ സഹായിക്കുകയുള്ളൂ എന്നതാണ്. അതേസമയം നിർജീവമായിരിക്കുക, സ്റ്റാഗ്നേഷൻ, അത് മരണത്തിന് തുല്യമാണ്. If way is associated with life, stagnation is associated with death. അതുകൊണ്ടാണ് ശവത്തെ നമ്മൾ കൊണ്ട് കുഴിയിലിടുന്നത്.
കുഴിയിലിട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് അനക്കമൊന്നുമില്ലല്ലോ, നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഈ മതത്തിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ മാമൂലുകൾ, പാരമ്പര്യങ്ങൾ കഴിഞ്ഞകാല സംഭവങ്ങളുടെ, അനുഭവങ്ങളുടെ, അറിവുകളുടെ ഏതാണ്ട് ഘനീഭവിച്ച അവസ്ഥയാണ്. അതുമാത്രമാണ് സത്യമെന്ന് പറയുമ്പോൾ മതം ജീവൻ എന്ന മർമ്മത്തിന് ഘടകവിരുദ്ധമായി പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. മതത്തിൻ്റെ സത്യം ജീവൻ്റെ അസത്യമായി മാറാനുള്ള മർമ്മം ഇതാണ് എന്ന് യേശു ഇവിടെ വ്യംഗ്യമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് ബോധ്യമായിട്ടുള്ളത്. പിന്നെ അങ്ങനെ നിർജീവമായ സത്യങ്ങൾ, കഴിഞ്ഞകാല പാരമ്പര്യങ്ങളുടെ ജൽപ്പനങ്ങൾ, അത് മരിച്ച അവസ്ഥയ്ക്കോട് കൂടുതൽ അടുത്ത് നിൽക്കുന്നു. അതിൻ്റെ ഒരു ഉദാഹരണമാണ് വാർ പ്രോപ്പഗാൻഡ. ഈ യുദ്ധം പുറപ്പെടുന്നതിന് മുമ്പും അത് നടക്കുന്ന സമയത്തുമൊക്കെ വളരെയധികം പ്രചാരങ്ങൾ നടത്തും, പ്രോപ്പഗാൻഡ. അത് സത്യമാണെന്ന് നമ്മൾ വിചാരിക്കണമെന്നാണ് പറയുന്നത്. പക്ഷെ അത് മുഴുവനും അസത്യമായിരിക്കും. അസത്യം പ്രയോഗിക്കുന്നിടത്തെല്ലാം പരിണിത ഫലം മരണമായിരിക്കും, നാശനഷ്ടങ്ങളായിരിക്കും. അതേസമയം സത്യം എവിടെയൊക്കെ നടപ്പാക്കപ്പെടുന്നുണ്ടോ, എവിടെയൊക്കെ ഉയർത്തിപ്പിടിക്കപ്പെടുന്നുണ്ടോ, പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നുണ്ടോ, അവിടെയെല്ലാം ജീവൻ സംരക്ഷിക്കപ്പെടുമെന്ന് മാത്രമല്ല, ജീവൻ്റെ വില, ജീവൻ്റെ മൂല്യം വർദ്ധിപ്പിക്കപ്പെടുകയും ചെയ്യും എന്നതാണ് നാം പ്രത്യേകമായി തിരിച്ചറിയേണ്ടത്. ഈ ഒരു സത്യത്തെ, ജീവനുള്ള സത്യത്തെ, ചലനാത്മകതയുള്ള സത്യത്തെ സ്വീകരിക്കുവാനും ഉൾക്കൊള്ളുവാനും സംഘടിതമായ മതത്തിന് ഒരു കാലത്തും ഒരു വിധത്തിലും സാധ്യമല്ല എന്നതാണ് യേശുവിൻ്റെ കഷ്ടാനുഭവത്തിൽ കൂടെയും ക്രൂശീകരണത്തിൽ കൂടെയും നാം മനസ്സിലാക്കേണ്ടത്. യേശു തന്നെ വഴിയും സത്യവും ജീവനും എന്ന വിധത്തിൽ അവതരിപ്പിക്കുമ്പോൾ ആ സത്യത്തെ നശിപ്പിച്ചാൽ മാത്രമേ യഹൂദ മതത്തിന് നിലനിൽപ്പുണ്ടാകുകയുള്ളൂ എന്ന് ആത്മാർത്ഥമായി വിശ്വസിച്ചത് കൊണ്ടാണ് അന്നത്തെ പുരോഹിതവർഗം റോമൻ സാമ്രാജ്യത്തിൻ്റെ അധികാരം കടമെടുത്ത് യേശുവിനെ കൊന്നേ മതിയാകുകയുള്ളൂ, സത്യത്തെ ഉന്മൂലനാശം ചെയ്താൽ മാത്രമേ സംഘടിതമായ മതത്തിന് നിലനിൽക്കാൻ ഒക്കത്തുള്ളൂ എന്ന ഈ ഒരു ഉത്തമ വിശ്വാസത്തിൽ രക്തം ചൊരിയാൻ മുൻപോട്ട് വന്നത്. നന്മ മാത്രം പ്രവർത്തിച്ചവനെ ഇവനിൽ ഞാനൊരു കുറ്റവും കാണുന്നില്ല എന്ന റോമൻ സാമ്രാജ്യത്തിൻ്റെ അധികാരത്തിൻ്റെ കസേരയിൽ ഇരുന്നു കൊണ്ട് ആത്മാർത്ഥമായി സാക്ഷീകരിച്ച പുന്തിയോസ് പിലാത്തോസിൻ്റെ വായടച്ചുകൊണ്ട് അവനെ കൊല്ലുക, അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും വരട്ടെ എന്ന് ജനങ്ങളെ കൊണ്ട് അട്ടഹസിപ്പിച്ചൊരു പുരോഹിത വർഗമുണ്ട്. അവർ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് പ്രവർത്തിച്ചത്. കാരണം മതത്തെ സംബന്ധിച്ചിടത്തോളം ഈ ചലനാത്മകതയുള്ള സത്യത്തെ ഉൾക്കൊള്ളുവാൻ ഒരു മതത്തിനും, സംഘടിതമായ ഒരു മതത്തിനും സാധ്യമല്ല എന്നത് പ്രത്യേകിച്ച് ക്രിസ്ത്യാനികൾ തിരിച്ചറിയണം. അതുപോലെ തന്നെ എൻ്റെ സഹോദരങ്ങളായ ഇസ്ലാമിക വിശ്വാസികളും തിരിച്ചറിയണം. വളരെ ആവശ്യമാണ്. ഇനി മൂന്നാമതായിട്ട് അൽഫലാക്ക് ഉയർത്തുന്ന ചോദ്യം അനുസരണത്തെ പറ്റിയാണ്. ഞാൻ വായിക്കട്ടെ. അനുസരണം എന്നാൽ നിയന്ത്രണത്തിന് വിധേയപ്പെട്ടവൻ. അനുസരണം, അത് ആ ഒരു വിശദീകരണത്തിൽ അല്ലെങ്കിൽ ആ ഒരു നിർവചനത്തിലൊരു പ്രശ്നമുണ്ട്, ഞാനത് കൈകാര്യം ചെയ്യാം. അതിൽ തന്നെ യുക്തിരഹിതമല്ലേ? അനുസരണം നല്ലതാണ് എന്ന് പറയുന്നതിനകത്ത് അല്പം പെശകില്ലേ, യുക്തിരാഹിത്യമില്ലേ എന്നാണ് അദ്ദേഹം പറയുന്നത്. അനുസരിക്കണമെന്ന കൽപ്പന യേശു കൊടുത്തിട്ടുണ്ടോ? അത് ഞാൻ ആദ്യമായിട്ട് പറയാം. അനുസരിക്കണമെന്ന് യേശു പറഞ്ഞിട്ടില്ല എങ്കിലും താൻ തൻ്റെ പിതാവിനെ നിരുപാധികം അനുസരിക്കുന്നതാണ് തൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് യേശു സൂചിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ പിതാവിൻ്റെ ഹിതം നിർവഹിക്കുന്നതാണ് എൻ്റെ ഭക്ഷണവും പാനീയവും എന്ന് യേശു പറഞ്ഞു എന്ന് മാത്രമല്ല, യേശുവിൻ്റെ ഗത്സമനത്തോട്ടത്തിലെ അനുഭവത്തിൽ താൻ മനുഷ്യന് സഹിക്കാവുന്നതിനപ്പുറമായ യാതനകൾ സഹിക്കാൻ പോകുന്നതിന് തൊട്ട് മുൻപ് അത് മുന്നമേ തിരിച്ചറിഞ്ഞുകൊണ്ട് ഗത്സമനത്തോട്ടത്തിൽ പ്രാർത്ഥനാമധ്യേ പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീങ്ങിപ്പോകണമേ എന്ന് പ്രാർത്ഥിച്ചിട്ട് അടുത്ത വാക്കുകൾ എന്താണ് പറയുന്നത്? എങ്കിലും എൻ്റെ ഹിതമല്ല നിൻ്റെ ഹിതം അത്രേ നടക്കേണ്ട. അതിൻ്റെ പേരാണ് അനുസരണം എന്നുള്ളത്. അതിനപ്പുറത്തൊരു അനുസരണവുമില്ല. ഇത് മനസ്സിലാക്കിയിട്ട് പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്ക് ലേഖനം എഴുതുമ്പോൾ 2-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ പറയുന്നത്, യേശു
അനുസരണം തികച്ചു. ഹി പെർഫെക്റ്റഡ് ഒബീഡിയൻസ് എന്നാണ് പറയുന്നത്. ഒബീഡിയൻസ് ടു ദ വിൽ ഓഫ് ഹിസ് ഫാദർ ഇൻ ഹെവൻ. അപ്പോൾ അനുസരണം നല്ലതാണോ അല്ലയോ എന്നതിന് യാതൊരു സംശയവും യേശുവിൻ്റെ ജീവിതത്തിലോ പ്രസ്താവനയിലോ നിലപാടുകളിലോ ഇല്ല എന്നത് വളരെ വ്യക്തമായി അടിവരയിട്ട് പറയുവാൻ എനിക്ക് കടമയുണ്ട്. എന്നാൽ അൽഫലക് ഉയർത്തുന്ന ചോദ്യം വളരെ ശ്രദ്ധേയമാണ്, അർത്ഥവത്താണ്. അത് നാം കുറച്ചുകൂടെ വിശദീകരിച്ച് പരിഗണിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ ചില വാക്കുകൾ പറയാൻ പോകാം. എനിക്ക് അൽഫലാക്കിനോട് പറയാനുള്ളത്, 2 തരത്തിലുള്ള അനുസരണങ്ങളുണ്ട്. ഒബീഡിയൻസ് ക്യാൻ ബി ഓഫ് 2 kinds. ഒന്ന്, ഭയക്കുന്നത് കൊണ്ടുള്ള അനുസരണം. ഒരു കവലച്ചട്ടമ്പി കടാര ഊരി ഇവിടെ എൻ്റെ മുമ്പിൽ മുട്ടുകുത്തിയില്ല, ഞാൻ നിന്നെ കുത്തി കുടൽ വെളിയിലെടുത്ത് മാല ഇട്ടുകൊണ്ട് നടക്കും എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഞാനാണെങ്കിൽ മുട്ടുകുത്തും. അത് അങ്ങനെയുള്ള അനുസരണം വളരെ മോശമാണ്. നിവൃത്തി ഉണ്ടെങ്കിൽ അതിനെ അനുസരണം എന്ന് പോലും പറയരുത്, ഗതികേടാണത്. അപ്പം അങ്ങനെ ലോകത്തിൽ ഒട്ടുമുക്കാലും ഈ വിധത്തിലാണ് അനുസരണത്തെ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് അൽഫലാക്ക് സതുദ്ദേശത്തോടുകൂടി ഇതിനെപ്പറ്റി ഒരു സംശയം ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. രണ്ടാമതായിട്ട് ഇപ്പം അനുസരണം 2 വിധത്തിൽ ഞാൻ പറഞ്ഞു. ഒന്ന്, ഗത്യന്തരമില്ലാതെ ഭയന്ന് വിറച്ച് ആരെയെങ്കിലും അനുസരിക്കുക. രണ്ടാമത്, ആരെയെങ്കിലും സ്നേഹിക്കുന്നത് കൊണ്ടും ബഹുമാനിക്കുന്നത് കൊണ്ടും അവരെ അനുസരിക്കുക. ഒബീഡിയൻസ് ഔട്ട് ഓഫ് ലവ് ആൻഡ് റെവറൻസ് എന്ന വാക്കാണ് വളരെ വളരെ ആവശ്യമായൊരു വാക്കാണ്. ഞാൻ ബെർട്രാൻഡ് റസലിൻ്റെ ഒരു നല്ല പുസ്തകം നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തട്ടെ. പൊളിറ്റിക്കൽ ഐഡിയൽസ് എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. ചെറിയ പുസ്തകമാണ്, 120-130 പേജേ ഉള്ളൂ. അതിൽ അദ്ദേഹം പറയുന്നത്, ഒരു വ്യക്തിക്ക് 3 കാര്യങ്ങൾ വളരെ ആവശ്യമാണ്. ഒന്ന്, സർഗാത്മകതയുണ്ടാകണം. അതിലദ്ദേഹം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, റീഓറിയൻറ്റേഷൻ ഫ്രം ദി അക്യൂസിറ്റീവ് ടു ദ ക്രിയേറ്റീവ് എന്നാണ്. സമയത്തിൻ്റെ പരിമിതിയോട് ഞാൻ വിശദീകരിക്കുന്നത്. രണ്ടാമതായിട്ട് അദ്ദേഹം പറയുന്നത് എ സെൻസ് ഓഫ് റെവറൻസ്. മനുഷ്യന് വളരെ ആവശ്യമായ കാര്യമാണ് ഒരു ഭയഭക്തിയുടെ ഒരു അനുഭവമാണ്, ഒരു മനോഭാവം ഉണ്ടാകണം. അതിൻ്റെ നേരെ മറിച്ചാണ് എല്ലാറ്റിനെയും കളിയാക്കുകയും എല്ലാറ്റിനെയും പുച്ഛിച്ച് തള്ളുകയും ചെയ്യുന്ന, ഒന്നിനും ഒരു വില കൽപ്പിക്കാൻ കഴിയാത്ത, എല്ലാറ്റിൻ്റെയും നന്മയോട് മനഃപൂർവ്വം കണ്ണടയ്ക്കുന്ന അല്ലെങ്കിൽ അന്ധത പാലിക്കുന്ന ഒരു നിലപാട് അല്ലെങ്കിൽ വ്യക്തിത്വം, ഒരവസ്ഥ. അത് വളരെ വളരെ നാശം ചെയ്യുന്നതാണ്. മൂന്നാമതായിട്ട് ബെർട്രാൻഡ് പറയുന്നത്, മനുഷ്യൻ യഥാർത്ഥത്തിൽ വേണ്ടത് സ്വാതന്ത്ര്യമാണ്. ആ സ്വാതന്ത്ര്യം എന്നാൽ എന്താണ്? താൻ ചെയ്യുന്ന എല്ലാ ശുശ്രൂഷകളിൽ കൂടെയും തൻ്റെ വ്യക്തിത്വത്തിൻ്റെ സത്യവും മാഹാത്മ്യവും നിരന്തരം വെളിപ്പെടുത്തുവാനുള്ള അവസ്ഥയുടെ പേരാണ് സ്വാതന്ത്ര്യം എന്നാണ് നാം സ്വാതന്ത്ര്യത്തെ മനസ്സിലാക്കേണ്ടത് എന്ന് അവിടെ പറയുന്നു. വളരെ മനോഹരമായ ആശയമാണ്, വിപുലമായ സാധ്യതകളുള്ളതാണ്. സമയത്തിൻ്റെ പരിമിതികൾ ഞാൻ ഒട്ടും തന്നെ മുൻപോട്ട് അതിനെപ്പറ്റി പരാമർശിക്കുന്നില്ല. അപ്പോൾ ഓർക്കുക, 2 തരത്തിലുള്ള അനുസരണം. ഒന്ന്, പേടി കൊണ്ട് അനുസരിക്കുക. 2, സ്നേഹം കൊണ്ടും ബഹുമാനം കൊണ്ടും അനുസരിക്കുക. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇന്നും വലിയൊരു ഉള്ളിലൊരു ആഗ്രഹമുണ്ട്, ഒരു ദാഹമുണ്ട്. എന്താണ്? ബഹുമാനം കൊണ്ടും സ്നേഹം കൊണ്ടും അനുസരിക്കാൻ അർഹതയുള്ളൊരു വ്യക്തിയെ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ, അങ്ങനെ ഒരു വ്യക്തിയെ എനിക്ക് അനുസരിക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ എന്നിപ്പോഴും എനിക്ക് വലിയ ദാഹമുണ്ട്. അത് വലിയ അനുഗ്രഹം തന്നെയാണ്. അതിൻ്റെ സന്തോഷം പ്രത്യേകതയുള്ളത് തന്നെയാണ്. അങ്ങനെയുള്ള അനുഗ്രഹം നമ്മെ ശുദ്ധീകരിക്കുന്നു, നമ്മെ കൂടുതൽ മാഹാത്മ്യത്തിലേക്ക് നയിക്കുന്നു, നമ്മെ കൂടുതൽ സ്വതന്ത്രരാക്കുന്നു. അതന്നെ അതിൻ്റെ സത്യം തന്നെയാണ്. ഉദാഹരണമായിട്ട്, നിങ്ങൾ ആരെയെങ്കിലും ഒരു ഗുരുവായി സ്വീകരിച്ചു കഴിഞ്ഞിട്ട് ആ ഗുരുവിനോട് പറയാം. അപ്പോൾ ഗുരു പറയാ, നീ ഇന്നത് ചെയ്യണം, ഇന്ന അച്ചടക്കം പാലിക്കണം, ലളിതമായ ജീവിതം നയിക്കണം. അപ്പോൾ നിങ്ങൾ ഗുരുവിനോട് പറയാം, അതിപ്പോൾ മനസ്സിലാവും, താൻ അതിൻ്റെ പണി നോക്കും എന്ന് പറഞ്ഞാൽ പിന്നെ ഗുരു ഉള്ളതും ഇല്ലാത്തതല്ലേ നല്ലത്. അപ്പോൾ ഗുരുവിനെ അനുസരിക്കുക എന്നത് നല്ലതാണോ തീയതാണോ എന്ന് തീരുമാനിക്കാൻ ആ ഗുരു എപ്രകാരമുള്ള ആളാണ് എന്നിവിടെ പരിഗണിച്ചിട്ട് വേണം. മഹാനായ ഒരു ഗുരുവിനെ ധിക്കരിക്കുന്നതാണോ നല്ലത്? മഹാനായ ഗുരുവിനെ
ആദരിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നതാണോ നല്ലത് എന്നത് സാമാന്യ ബുദ്ധി കൊണ്ട് മാത്രം ചിന്തിച്ചാൽ ഉത്തരം നമുക്ക് കിട്ടുന്നതാണ്. വെറും മോശമായ സ്വഭാവമുള്ളൊരു വ്യക്തിയെ അനുസരിക്കുന്നത് അടിമത്തം തന്നെയാണ്. അൽഫലാക്ക് പറയുന്നതിനോട് ഞാൻ 100% യോജിക്കുന്നു. പക്ഷെ ദൈവം ആ തട്ടത്തിൽപ്പെടുന്ന ആളല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എല്ലാ നന്മയുടെയും എല്ലാ മാഹാത്മ്യത്തിൻ്റെയും ആകെത്തുകയാണ് ദൈവം. ദൈവം വെളിച്ചമാണ്, ദൈവം സത്യമാണ്, ദൈവം സ്നേഹമാണ് എന്നൊക്കെയാണ് നാം ധരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ദൈവത്തെ അനുസരിക്കുന്നത് വേദപുസ്തകത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പൂർണ്ണ സ്വാതന്ത്ര്യമാണ്. ദൈവത്തെ അനുസരിക്കുന്നത് പൂർണ്ണ സ്വാതന്ത്ര്യമാണ്. അപ്പോൾ നാം എന്തിനെങ്കിലും അനുസരിച്ച് മാത്രം ഇവിടെ ജീവിക്കാനുള്ളത്. ഉദാഹരണമായിട്ട് നമുക്ക് ഈ ഭൂമിയിൽ നടക്കണമെങ്കിൽ നമ്മൾ ഗുരുത്വാകർഷ ശക്തിയെ അനുസരിക്കണം. യു ഹാവ് ടു ഒബേ ദ ലോ ഓഫ് ഗ്രാവിറ്റി, അല്ല നമുക്ക് നടക്കാനൊക്കത്തില്ല. നിങ്ങൾ നിരത്തിൽ വണ്ടി ഓടിക്കണമെങ്കിൽ ട്രാഫിക് റൂൾസ് അനുസരിച്ചേ പറ്റത്തുള്ളൂ. നിങ്ങൾക്കൊരു രാജ്യത്തിൻ്റെ പൗരത്വം കാത്തു സൂക്ഷിക്കണമെങ്കിൽ ആ രാജ്യത്തിൻ്റെ നിയമം അനുസരിച്ചേ പറ്റത്തുള്ളൂ. അത് അടിമത്തമാണ്, എന്നെക്കൊണ്ട് വിവരിക്കാൻ വയ്യ. ഞാനൊരു കാറിൽ സഞ്ചരിക്കുന്നു, ഇവിടുത്തെ ട്രാഫിക് റൂൾ ഞാൻ സ്വീകരിക്കത്തില്ല. കാരണം അതിനെ അനുസരിച്ചാൽ അടിമത്തമാണെന്ന് പറഞ്ഞാൽ നിരത്തിൽ കൂടെ വണ്ടി ഓടത്തില്ല. അങ്ങനൊരു പ്രശ്നമുണ്ട്. അപ്പം ഇനിയും അതുകൊണ്ട് എല്ലാ അനുസരണവും ഒന്നുപോലെ ഒരേ തട്ടിൽ ഒരേ ത്രാസിൽ തൂക്കരുത് എന്ന വലിയ അഭിപ്രായം ഈ ഉള്ളവരുണ്ട്. പിന്നെ അൽഫലാക്ക് പറയുന്നത് ദൈവത്തോടാണെങ്കിൽ തന്നെ അനുസരണം അടിമത്തം തന്നെയല്ലേ, അതാണ് ഏറ്റവും ശ്രേഷ്ഠമെന്ന് പഠിപ്പിക്കുന്ന മതങ്ങൾ ഉണ്ടെന്നുള്ളത് ശരിയാണ്. അതിനെപ്പറ്റി ഞാൻ ചില കാര്യങ്ങൾ പറയട്ടെ. ഒരു പൊതുവായ തത്വം പറഞ്ഞാൽ നമ്മേക്കാൾ വളരെ ഉന്നതമായ ഒരു ശക്തിയെ, ഒരാദർശത്തെ, ഒരു സാധ്യതയെ അനുസരിക്കുന്നത് നമുക്ക് നന്മ മാത്രമേ ചെയ്യുകയുള്ളൂ. അത് നമ്മുടെ സ്വാതന്ത്ര്യത്തെ വർദ്ധിപ്പിക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഒരു ശിഷ്യൻ ഗുരുവിനെ അനുസരിക്കണം. ഒരു രോഗി ചികിത്സാർത്ഥം ഒരു വൈദ്യനെ സമീപിച്ചാൽ വൈദ്യൻ പറയുന്ന കാര്യങ്ങൾ രോഗി അനുസരിച്ചാൽ മാത്രമേ അവന് രോഗശാന്തി വരാൻ സാധ്യതയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ അൽഫലാക്ക് ഉയർത്തുന്ന ചോദ്യം ആണെങ്കിൽ തന്നെ അനുസരണം അടിമത്തമല്ല. അപ്പോൾ ദൈവത്തെ നാം എങ്ങനെ മനസ്സിലാക്കുന്നു എന്നതിനനുസരിച്ച് മാത്രമേ ഈ ചോദ്യത്തിന് എനിക്ക് ഉത്തരം നൽകുവാൻ സാധ്യമാകുകയുള്ളൂ. സോ ഇറ്റ്സ് വെരി ക്രൂഷ്യൽ ആസ് ടു ഹൗ വി അണ്ടർസ്റ്റാൻഡ് ദി ഐഡിയ ഓഫ് ഗാഡ്. ഇവിടെ എനിക്ക് വളരെ ശക്തമായി വ്യക്തമായി പറയാനുള്ളത്, മതങ്ങൾ കൊട്ടിഘോഷിക്കുന്ന എല്ലാ ദൈവങ്ങളും മനുഷ്യന് പറ്റിയതല്ല. മനുഷ്യത്വത്തിന് വളരെയധികം ദ്രോഹം ചെയ്യുന്ന ദൈവങ്ങളെയാണ് എല്ലാ മതങ്ങളും ക്രിസ്തു മതവും കൊട്ടിഘോഷിക്കുന്നത്. ആ ദൈവത്തെ യേശു അംഗീകരിച്ചിരുന്നില്ല. യഹൂദൻ്റെ ദൈവത്തെ 100% തള്ളിയിട്ടാണ് യേശു ദൈവം മനുഷ്യജാതിയുടെ ആകമാനമായ സ്വർഗസ്ഥനായ പിതാവാണ് എന്നും അതുകൊണ്ട് മനുഷ്യരാശി ആകമാനം ഒരേ ദൈവികമായ കുടുംബത്തിൻ്റെ അംഗങ്ങളാണ് എന്നും അതുകൊണ്ട് തന്നെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണമെന്ന് യേശു പഠിപ്പിക്കാനിടയായത്. ആ ദൈവത്തെ അനുസരിക്കുന്നത് എൻ്റെ സ്വാതന്ത്ര്യവും എൻ്റെ അഭിമാനവുമാണ്. മതങ്ങൾ പറയുന്ന കൊച്ചു കൊച്ചു ദൈവങ്ങളില്ലേ, നിങ്ങൾ എൻ്റെ ജനമാണ്, നിങ്ങൾ അപ്പുറത്തെ ദൈവത്തിൻ്റെ അനുയായികളെ ഉൾക്കൊണ്ടാൽ എനിക്ക് അസൂയ വരും, ഞാൻ നിങ്ങളെ കത്തിച്ച് കളയും എന്ന് പറയുന്ന ദൈവമല്ലേ. ആ ദൈവത്തെ അനുസരിച്ചാൽ നിൻ്റെ കാര്യം കട്ടപ്പുകയാണ്. അതുകൊണ്ട് ദയവായി മനസ്സിലാക്കുക, മതങ്ങൾ ഏത് മതവുമായിക്കൊള്ളട്ടെ വിളിച്ചറിയിക്കുന്ന ദൈവങ്ങൾ അത് സാക്ഷാൽ ദൈവമല്ല, അത് ദൈവത്തിൻ്റെ പേക്കോലങ്ങളാണ്. ദൈവം ഒന്നേ ഉള്ളൂ. എന്നാൽ ഇപ്പം നരേന്ദ്രമോദി ഒരാളേ ഉള്ളൂ, പക്ഷെ അദ്ദേഹത്തിൻ്റെ 1000 പടങ്ങൾ വരയ്ക്കാനൊക്കും. ഓരോ പടവും ഇങ്ങനെ വരച്ചുകൊണ്ട് ഇത് മാത്രമാണ് മോദി എന്ന് പറഞ്ഞാൽ എന്തായിത്തീരും. നമുക്കറിയാം യേശു ഒന്നേ ഉള്ളൂ, പക്ഷേ ഈ 900 ക്രിസ്തീയ സഭകൾക്കെല്ലാം വെവ്വേറെ ക്രിസ്തുവാണ്. അപ്പുറത്തെ ക്രിസ്തുവിൻ്റെ ശരീരം ഇപ്പുറത്തെ പള്ളിയിലുള്ള ക്രിസ്ത്യാനിക്ക് കഴിക്കാനൊക്കത്തില്ല. ഇതാണ് പരിപാടി. അതുകൊണ്ടാണ്
മതം മനുഷ്യനെ അടിമത്തത്തിലേക്ക് നടത്തുന്നു എന്ന് അൽഫലാക്ക് പറയുന്നതിനോട് 100% ഞാൻ യോജിക്കാം. ഓരോ വിശ്വാസിയുടെയും അവസ്ഥ അടിമത്തം തന്നെയാണെന്നതിനെപ്പറ്റി എനിക്ക് അത് സംശയമില്ല. അത് ഞാൻ കുറേ അനുഭവിച്ച വ്യക്തിയാണ്. അതുകൊണ്ടാണ് സ്വാതന്ത്ര്യം അന്വേഷിച്ച് യേശുവിനെ മാനിച്ച് ഈ അടിമത്തത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് സ്വാതന്ത്ര്യത്തിൻ്റെ അവസ്ഥയിലേക്ക് ഒന്ന് മാറുവാൻ ഞാൻ ധൈര്യം കാണിച്ചത് എന്ന് ഞാൻ സൂചിപ്പിക്കട്ടെ. ഇവിടെ ഇനി അദ്ദേഹം പറയുന്നത് അവിടെ വ്യക്തി സ്വാതന്ത്ര്യത്തിന് ഒരു പഴുത് പോലുമില്ല. അതായത് ദൈവത്തെ ആശ്രയിച്ചാൽ വ്യക്തി സ്വാതന്ത്ര്യത്തിന് അല്പം പോലും പഴുതില്ല. സർവം അടിമത്വമയം. ഇത് എനിക്ക് പറയാനുള്ളത്, ഇവിടെ 2 സാധ്യതകളുണ്ട്. ഒന്നിൽ അദ്ദേഹം അൽഫലാക്കിൻ്റെ കാഴ്ചപ്പാടിൽ ഒന്നിൽ അനുസരണം അല്ലെങ്കിൽ സ്വാതന്ത്ര്യം, 2 ഒരേ സമയത്ത് പോലും. അടിമത്വവും സ്വാതന്ത്ര്യവും ഒരിക്കലും കൂട്ടിമുട്ടാനൊക്കത്തില്ല. 2 വഴിക്ക് പോകുന്നതാണ്. ഒന്നങ്ങോട്ട് ഒന്നിങ്ങോട്ട്. എന്നാൽ ഒരു സാഹചര്യത്തിൽ അനുസരണം സ്വാതന്ത്ര്യമായി മാറും. അത് ദൈവത്തെ അനുസരിക്കുമ്പോഴാണ്. കാരണം ദൈവം നമ്മെക്കാളൊക്കെ എത്രയോ വലിയ സാധ്യതകളുടെ ആകത്തുകയാണ്. എല്ലാറ്റിൻ്റെയും പൂർണ്ണത പ്രതിനിധീകരിക്കുന്നു. അത് അനുസരിക്കുമ്പോൾ അത് ഒരിക്കലും നമ്മെ ശ്വാസം മുട്ടിക്കുന്നില്ല, ഞെരുക്കുന്നില്ല, നമ്മുടെ സ്വാതന്ത്ര്യത്തെ അത് പരിമിതപ്പെടുത്തുന്നില്ല. മാത്രമല്ല അത് നമ്മെ സകല കുരുക്കിൽ നിന്നും അഴിച്ചുവിടുകയും കൂടുതൽ സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മെ വഴിനടത്തുകയും ചെയ്യുമെന്ന അനുഭവത്തിൽ കൂടെ എനിക്ക് സാക്ഷീകരിക്കാൻ സാധിക്കും. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഒരു രാജ്യത്ത് വസിക്കുമ്പോൾ അവിടുത്തെ നിയമങ്ങൾ അനുസരിച്ചാൽ മാത്രമേ നമുക്ക് സ്വതന്ത്രരായി അവിടെ വസിക്കാൻ സാധിക്കുകയുള്ളൂ. നിയമങ്ങൾ മുഴുവനും ധിക്കരിച്ചുകൊണ്ട് ജീവിച്ചാൽ ജയിലിലായി പോകും. അവിടെയാണ് സ്വാതന്ത്ര്യം ഇല്ലാതായിത്തീരുന്നത്. നിയമം അനുസരിക്കുമ്പോഴല്ല, നിയമം അനുസരിക്കാതിരിക്കുമ്പോഴാണ് അടിമത്തത്തിലേക്കായി പോകുന്നത് എന്നത് സാർവലൗകികമായ സത്യം തന്നെയാണ്. ഇനി അദ്ദേഹമായിട്ട് ഇനിയും പറയുന്നത്, ഇപ്പോൾ മധ്യേഷ്യയിൽ യുദ്ധങ്ങൾ നടക്കുന്ന രാജ്യങ്ങളിലെല്ലാം തന്നെ ദൈവത്തോടുള്ള അനുസരണത്തിൻ്റെ പേരിലല്ലേ കൊല്ലാക്കൊലകൾ ചെയ്യുന്നത്? തീർച്ചയായിട്ടുമല്ല. ദൈവത്തെ അറിയാത്തത് കൊണ്ടാണ്. തങ്ങൾ ആരാധിക്കുന്നത് ദൈവമല്ല എന്നും തങ്ങൾ ആരാധിക്കുന്നത് ദൈവമെന്ന സങ്കല്പത്തിൻ്റെ പൈശാചികമായ പേക്കോലങ്ങളാണ് എന്നത് തിരിച്ചറിയാതെ മതങ്ങൾ കാട്ടിത്തരുന്ന പൊയ്മുഖങ്ങൾ, പൊയ് ദൈവങ്ങൾ, അവരുടെ പുറകെ പോകുന്നവർക്ക് മാത്രമേ രക്തം ചൊരിഞ്ഞ് മതത്തെ സംരക്ഷിക്കാനോ ദൈവത്തെ ആചരിക്കാനോ സാധ്യമാകും എന്ന വിഡ്ഢിത്തരം വിഴുങ്ങാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് മധ്യേഷ്യയിൽ നടക്കുന്ന ഈ മനുഷ്യക്കുരുതിക്ക് സാക്ഷാൽ ദൈവവുമായി യാതൊരു ബന്ധവുമില്ല എന്ന് മാത്രമല്ല, അത് ദൈവത്തിൻ്റെ ഹൃദയത്തെ അതീവമായി വേദനിപ്പിക്കുന്ന ഒരു സംഭവ വികാസമാണ്. അതുകൊണ്ട് പലപ്പോഴും മതത്തിൻ്റെ മേഖലയിൽ നാം പ്രവർത്തിക്കുമ്പോൾ ദൈവത്തെയാണോ സാത്താനെയാണോ അല്ലെങ്കിൽ ദൈവത്തെയാണോ ശൈത്താനെയാണോ നമ്മൾ ആരാധിക്കുന്നത്, നമ്മൾ അനുസരിക്കുന്നത് എന്നതിനെപ്പറ്റി വളരെ ജാഗരൂകരായിരിക്കണം എന്ന അൽഫലാക്കിൻ്റെ ഈ ഒരു മുൻ സൂചന വളരെ ആരോഗ്യപരമാണ്, സ്വീകാര്യമാണ്. ഞാനതിനോട് യോജിക്കുന്നു. അതേസമയം തന്നെ അതുകൊണ്ട് ദൈവമെന്ന സങ്കല്പം മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തെ പൂർണ്ണമായി നശിപ്പിക്കുമെന്ന് പറഞ്ഞാൽ അതിനോട് യോജിക്കാൻ അല്പം പോലും എനിക്ക് സാധ്യമല്ല. അത് ശരിയല്ല. അനുഭവം കൊണ്ട് അത് ശരിയല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് നാം യേശുവിൻ്റെ പഠിപ്പീരുകൾ നോക്കുമ്പോൾ എവിടെയൊക്കെ മനുഷ്യൻ അക്രമവും രക്തച്ചൊരിച്ചിലും കയ്യൂക്ക് ഉപയോഗിച്ച് മറ്റുള്ളവരെ കീഴടക്കാൻ, മുറിവേൽപ്പിക്കാൻ ശ്രമിക്കുന്നുവോ അവിടെയെല്ലാം ദൈവമല്ല പിശാച് മാത്രമാണ് പ്രവർത്തിക്കുന്നത് എന്ന് യേശു വെളിപ്പെടുത്തിയിട്ടുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനുമല്ലാതെ കള്ളൻ വരുന്നില്ല. അതാണ് മധ്യേഷ്യയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് ദൈവത്തിനവിടെ എന്താണ് കാര്യം? മനുഷ്യൻ പൈശാചികമായി പ്രവർത്തിച്ചിട്ട് അതിൻ്റെ ചുമതല ദൈവത്തിൻ്റെ തലയിൽ കൊണ്ട് വെക്കുന്നത് ശരിയല്ല. പാവം ദൈവത്തിനോട് അല്പം കരുണ കാണിക്കണം എന്ന ഒരഭ്യർത്ഥന എനിക്കുണ്ട്. അതുകൊണ്ടാണ്
ഈ തരുണത്തിൽ ഞാൻ ഓർക്കുന്ന വോൾട്ടയർ എന്ന് പറയുന്ന ഫ്രഞ്ച് ചിന്തകൻ പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞു, നോ മാൻ ഈസ് എ മോർ ചിയർഫുൾ കില്ലർ ദാൻ ദ വൺ ഹൂ തിങ്സ് ദറ്റ് ഹീസ് കില്ലിങ് ഫോർ ദ സേക്ക് ഓഫ് ഹിസ് ഗോഡ്. ലോകത്തിൽ ഏറ്റവും സന്തോഷത്തോടുകൂടെ സഹജീവികളെ കൊല്ലുന്ന ആരാണ്? വിശ്വാസികളാണ്. തങ്ങളുടെ ദൈവത്തിൻ്റെ താല്പര്യമനുസരിച്ചാണ് ഇങ്ങനെ സഹജീവികളെ കൊല്ലുന്നത് എന്ന വിശ്വാസത്തിൽ മനുഷ്യൻ വാളും കൊണ്ടിറങ്ങിയാൽ അവനായിരിക്കും ഏറ്റവും ഭീകരനായ ഘാതകൻ. വിശ്വാസിയാണ്. അതായത് സാക്ഷാൽ ദൈവത്തെ അറിയാതെ ദൈവത്തിൻ്റെ പൈശാചികമായ കോലം കണ്ട് അതിൻ്റെ പുറകെ ഇറങ്ങിത്തിരിഞ്ഞ് സഹജീവിയെ കൊന്ന അവൻ്റെ രക്തം കൊണ്ട് മാത്രമേ ദൈവത്തെ പ്രീതിപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ എന്ന് വിശ്വസിക്കുന്നവനാണ് ലോകത്തിലേക്ക് ഏറ്റവും അധമൻ എന്ന് വോൾട്ടയർ പറയുമ്പോൾ അതിനോട് ഞാൻ യോജിക്കുകയാണ്. ജോനതൻ സ്വിഫ്റ്റ് എന്ന് പറയുന്ന നമുക്കറിയാം, അദ്ദേഹം ഒരു പുരോഹിതനായിരുന്നു. അയർലൻഡിലെ ഇംഗ്ലീഷ് സാഹിത്യത്തിലെ ഏറ്റവും വലിയ സാറ്ററിസ്റ്റും കൂടെയാണ്. അദ്ദേഹം മതത്തെപ്പറ്റി വളരെ ഗണ്യമായി ശ്രദ്ധേയമായി എഴുതിയിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് ടെയിൽ ഓഫ് എ ടബ് എന്ന് പറയുന്ന പുസ്തകം, അല്ലാതെ അനേക കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾ ജോനതൻ സ്വിഫ്റ്റ് സേവനം ചെയ്ത പള്ളി അത് ഡബ്ലിനിലുണ്ട്, ഇപ്പോഴും ഉണ്ട്. അവിടെ നിങ്ങൾ പോയാൽ അവിടെ ഒരു വാചകം എഴുതി വെച്ചിട്ടുണ്ട്. അത് ഇപ്രകാരമാണ്: വി ഹാവ് എനഫ് റിലിജിയൻ ടു ഹെയ്റ്റ് ഈച്ച് അതർ, ബട്ട് വി ഡോണ്ട് ഹാവ് എനഫ് റിലിജിയൻ ടു ലവ് ഈച്ച് അതർ. ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഈ ഒരു വ്യത്യാസം. അതുകൊണ്ട് ദൈവമെന്ന സങ്കല്പം അത് ആത്മാവിലും സത്യത്തിലും നാം അറിയുകയും അതിനനുസരിച്ച് നാം നമ്മെ തന്നെ ശുദ്ധീകരിക്കുകയും ചെയ്താൽ ആ ദൈവത്തെ അറിയുന്നതും അനുസരിക്കുന്നതും സ്വാതന്ത്ര്യത്തിൻ്റെ പരിപൂർണതയാണ്. ദൈവത്തിന് പകരമായി മനുഷ്യൻ സൃഷ്ടിക്കുന്ന പേക്കോലങ്ങൾ അതിനെ അനുസരിച്ചാൽ നാം അടിമകളായിത്തീരുന്നതും അടിമകളിൽ നിന്ന് മാത്രമല്ല നമ്മൾ മൃഗങ്ങളെക്കാൾ മോശമായിത്തീരും. മനുഷ്യനെ ഏറ്റവും നികൃഷ്ടനായി പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കുന്നത് ഈ പൈശാചികമായ ദൈവത്തിൻ്റെ കോലങ്ങളാണ്. അവിടെ നാം ജാഗരൂകരായിരിക്കണമെന്ന് അൽഫലാക്ക് പറഞ്ഞാൽ സല്യൂട്ട് ചെയ്ത് ഞാൻ പറയും 100% ശരിയാണ്. കാരണം മതചരിത്രം അതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് ക്രിസ്തു മതത്തിൻ്റെ ചരിത്രം എനിക്കറിയാം. ഇത്രമാത്രം പൈശാചികമായ ദൈവത്തിൻ്റെ പേരിൽ പ്രവർത്തിച്ച ഒരു സാഹചര്യം ഞെട്ടിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് അൽഫലാക്ക് പറയുന്നതിനകത്ത് വളരെയധികം ചരിത്ര മാറ്റലുകളുണ്ട്. അവയെ ഞാൻ മാനിക്കുന്നു. അതേസമയം തന്നെ മനുഷ്യൻ ചില കാര്യങ്ങൾ മോശമായ വിധത്തിൽ ദുരുപയോഗം ചെയ്യുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഒരുത്തൻ വണ്ടി എടുത്ത് കള്ള് കുടിച്ച് ബോധമില്ലാതെ നടന്ന് ഒരുത്തനെ ഇടിച്ചു കൊന്നു. അതുകൊണ്ട് വണ്ടി എന്ന് പറയുന്ന കാര്യം പൈശാചികമാണ് എന്നർത്ഥമില്ല. അത് ഓടിച്ചവൻ, വണ്ടി ഉപയോഗിച്ചവന് ബോധമില്ലായിരുന്നു എന്ന് മാത്രമേ അർത്ഥമുള്ളൂ എന്ന ഒരു ചെറിയ വ്യത്യാസം മാത്രം സൂചിപ്പിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഇപ്രകാരം അർത്ഥവത്തായി പ്രതികരിക്കുന്ന മുരുകേഷിനെ പോലെ അൽഫലാക്കിനെ പോലെയുള്ള നല്ല സുഹൃത്തുക്കളോടുള്ള എൻ്റെ അകൈതവുമായ ഒരിക്കൽ കൂടെ ആവർത്തിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു.